പീച്ചാട് മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിവിളകൾ നശിപ്പിച്ചു. ചെമ്മാരപ്പള്ളിയിൽ ജോസഫ് മാത്യു, പുന്നിക്കൽ ഡിനു എന്നിവർ പാട്ടത്തിനടുത്ത സ്ഥലത്തെ ഏലച്ചെടികൾ, കമുക്, വാഴ എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത്. കാർഷിക ആവശ്യത്തിനായി നിർമ്മിച്ച കെട്ടിടവും തരിച്ചു ഭൂമിയാക്കിയാണ് കാട്ടാനക്കൂട്ടം പിൻവാങ്ങിയത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. പീച്ചാട് മേഖലയിലാണ് കാട്ടാനക്കൂട്ടമിറങ്ങി ഏക്കർ കണക്കിന് കൃഷിനാശം വരുത്തിയത്. പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരുന്ന കർഷകരുടെ ഉപജീവനമാർഗം നശിപ്പിച്ച് വ്യാപക നാശം വിതച്ചാണ് കാട്ടാനക്കൂട്ടം പിൻവാങ്ങിയത്. ഏലം, കമുക്, വാഴ തുടങ്ങിയവയെല്ലാം നശിപ്പിച്ചു. ചെമ്മാരപ്പള്ളിയിൽ ജോസഫ് മാത്യു, പുന്നയ്ക്കൽ ഡിനു എന്നിവരുടെ കൃഷിയിടത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജോസഫ് മാത്യുവിന്റെ പാട്ടത്തിനടുത്ത് 5 ഏക്കർ സ്ഥലത്തെ 500-ലധികം ഏലച്ചെടികൾ കാട്ടാന നശിപ്പിച്ചു. കൂടാതെ കൃഷി ഉപകരണങ്ങൾ വെച്ചിരുന്ന വീട്, മോട്ടോർ, കൃഷി ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന വളം, ജലസേചന ടാങ്ക്, പൈപ്പുകൾ, പണിയായുധങ്ങൾ തുടങ്ങിയവയെല്ലാം കാട്ടാന തകർത്തു. 8-9 വർഷമായി ഇവിടെ കാട്ടാനശല്യം ഉണ്ടായിരുന്നില്ലെന്നും തനിക്കുണ്ടായ നഷ്ടം എങ്ങനെ നികത്തണമെന്നറിയില്ലെന്നും ജോസഫ് മാത്യു പറഞ്ഞു. എനിക്ക് ഇവിടെ ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ലൊരു ഷെഡ് ഉണ്ടായിരുന്നു. അതെല്ലാം പെരയെല്ലാം പൊളിച്ച് എല്ലാം ആന നശിപ്പിച്ച് കളഞ്ഞു. 500 ചെടികളും നശിപ്പിച്ചു. എല്ലാം ഭയങ്കര നഷ്ടം വന്നേക്കും. ഇപ്പോൾ ഒരു നല്ല കായുള്ള ചെടിയായി ഒരു 500 ചെടി കളഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപ കിട്ടുമായിരുന്നു 500 ചെടിയാണ്. ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം ഡിനുവിന്റെ 40ഓളം ഏലത്തൈകൾ കൂടാതെ കമുക്, വാഴ എന്നിവ നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ കൃഷിയിടത്ത് കാവലിരിക്കേണ്ട ഗതികേടിലാണെന്നും പണിക്കാർ കാട്ടാന ഭീതിയിലാണെന്നും ഡിനു പറഞ്ഞു. ഇന്നലെ രാത്രി ഒന്ന് നശിപ്പിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-40ഓളം ഏലം ചവിട്ടി മെതിച്ച് ഇട്ടിട്ടാണ് പോയേക്കുന്നത്. കുറേ കമുകൾ ഒടിച്ചു. എല്ലാം അത് ഒടിച്ചതിന് മുകളിലേക്കിട്ട് ചവിട്ടി വലിച്ച് ഏലം കൂടെ നിരത്തിയിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പണിക്കാർക്കൊക്കെ വരാനായിട്ട് ഒരു പേടിയാണ്, ഒരു ഭീഷണിയുണ്ട്. മൊത്തത്തിൽ എപ്പോൾ വരും, എങ്ങനെ വരും എന്നറിയത്തില്ല. വാഹനങ്ങൾ, വീടുകൾ, കൃഷിയിടങ്ങൾ എന്നിവ തകർക്കുന്ന കാട്ടാനശല്യത്തിന് പരിഹാരമില്ലെന്നും വനംവകുപ്പിന് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. വാഹനങ്ങൾ നഷ്ടപ്പെടുത്തുക, ഇപ്പം തന്നെ ഒരു 5-6 വാഹനങ്ങളോളം തകർത്തു, വീടുകൾ തകർത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഫോറസ്റ്റുകാരോട് ഇതേക്കുറിച്ച് ഞങ്ങൾ പല പ്രാവശ്യം ഇതേക്കുറിച്ച് ഫോറസ്റ്റുകാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിന് ഫോറസ്റ്റുകാർ നല്ലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പീച്ചാട് പ്രദേശത്ത് അടുത്തിടെയായി കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണെന്നും ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയാണെന്നും CPM പള്ളിവാസൽ ലോക്കൽ സെക്രട്ടറി ഋഷിരാജ് ആരോപിച്ചു. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ആളുകൾ ജനവാസ മേഖലയിലാണ് ആന നിരന്തരമായി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഫോറസ്റ്റുകാർ ഇതിനെ ആനയെ തടയുന്നതിന് വേണ്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ അപകടകരമായ ഒരു സ്ഥിതിയാണ് നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.